നമ്മൾ ഇടപെട്ടിങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം. ഫല്യഖുൽ ഖൈറ, പറയുന്ന വാക്ക് സത്യസന്ധമാകുക, അതാണ് ഒന്നാമത്തെ നിബന്ധന. 2, നമ്മൾ പറയുന്ന വാക്ക് നന്മ നിറഞ്ഞതാകുക. നമ്മൾ പറയുന്ന വാക്ക് നന്മ നിറഞ്ഞതാകുക. മൂന്നാമത്തെ ഒരു നിബന്ധന, പറഞ്ഞ നമ്മക്കും കേട്ട മറ്റുള്ളവർക്കും അതിൽ സന്തോഷമുണ്ടാകാം. പറഞ്ഞതിന് ശേഷം നമ്മൾ ഖേദിച്ചിട്ട് കാര്യമില്ല, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് കാര്യമില്ല. പറയുന്നതിന് മുമ്പ് 3 ആലോചന വേണം. 1, പറയുന്നത് സത്യസന്ധമാവണം. 2, നന്മ നിറഞ്ഞതാവണം. 3, പറഞ്ഞവർക്കും കേട്ടവർക്കും അതുകൊണ്ട് ഖൈറുണ്ടാവണം. ഫല്യഖുൽ ഖൈറ. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും അധികം നമ്മുടെ സംസാരത്തിൽ വരേണ്ട ഒരു വാക്ക് അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് അൽഹംദുലില്ലാഹ്. പ്രാഥമികമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആരംഭിച്ചു കഴിഞ്ഞാൽ ഖുർആനിലെ സൂറത്ത് ഔദ്യോഗികമായി തുടങ്ങുന്നത് അൽഹംദുലില്ലാഹ്. എല്ലാ വെള്ളിയാഴ്ചയും ആവർത്തിച്ച് ഓതേണ്ട സൂറത്തുകൾ കഹ്ഫ് ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂലോകത്തെ മുഴുവനും സൃഷ്ടിക്കാൻ ആരംഭിക്കുമ്പോൾ അല്ലാഹു തആല പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ തീരുമാനിച്ച് അല്ലാഹു തആല തുടക്കം കുറിക്കുമ്പോൾ അല്ലാഹു പഠിപ്പിക്കുന്നത് തുടക്കത്തിൽ തന്നെ അൽഹംദുലില്ലാഹ്. സ്വർഗത്തിൽ എല്ലാവരും എത്തി, നമ്മളെല്ലാവരും സ്വർഗത്തിലെത്തിയാൽ വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓരോ സംഗതിയും അതിനെ ബറക്കത്താക്കി എടുക്കുന്നത്, സന്തോഷകരമായി എടുക്കുന്നത് തുടക്കത്തിലും ഒടുക്കത്തിലും അൽഹംദുലില്ലാഹ്.